ഹായ് എവ്രി വൺ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കാണാൻ ഇടയായ ഒരു പോസ്റ്റിനെ കുറിച്ചാണ്. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഒരു ആബ്സല്യൂട്ട് ക്രിസ്ത്യൻ പ്യൂരിറ്റനായിട്ട് പ്രിറ്റൻഡ് ചെയ്ത് ക്രിസ്ത്യൻ ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ട്രാൻസ്ജെൻഡർ എന്ന് തന്നെ നാമകരണം ചെയ്ത് വിശേഷിപ്പിക്കുന്നു. ആദ്യം തന്നെ സമീപകാലത്ത് കാണാനും കേൾക്കാനും ഇടയായ ഏറ്റവും മലീമസമായ ഒരു അവകാശവാദം എന്ന് തന്നെ ഞാൻ അതിനെ വിശേഷിപ്പിക്കട്ടെ. ദ മോസ്റ്റ് അട്ടർലി അബ്സേർഡ് ആൻഡ് കെയോട്ടിക് ക്ലെയിം എന്നല്ലാതെ അതിനെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ പല അസ്വാഭാവികതകളെയും സ്വാഭാവികമായി ചിത്രീകരിച്ച് അസാധാരണത്വങ്ങളെ സാധാരണമായി വരുത്തി തീർത്ത് നന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുമ്പെടുന്ന തിന്മയുടെ രാജാവിൻ്റെ കുതന്ത്രം പോലെ മറ്റൊരു തന്ത്രമായിട്ടാണ് എനിക്കത് തോന്നിയത്. ദ ക്രാഫ്റ്റിനെസ്, ദ കണ്ണിങ്നെസ് എന്നല്ലാതെ അതിന് മറ്റൊരു വിശേഷണവുമില്ല. പുറംപൂച്ചുകളിൽ മാത്രം കാഴ്ച മങ്ങുന്നവർക്ക് മാത്രമേ അതിന് വിശദീകരണത്തിന് ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ക്രിസ്ത്യൻ പയറ്റി എന്ന് പറയുന്നത് ഞായറാഴ്ച പകൽ സമയങ്ങളിൽ വർണ്ണശബളമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുഴുങ്ങി തൊലി പൊളിച്ച ഉരുളക്കിഴങ്ങിൽ നെയ്യ് പുരട്ടിയതുപോലത്തെ ഒരു മുഖവും തൂറല് പിടിച്ച താറാവിൻ്റെ പൊള്ളിയ കുണ്ടി പോലത്തെ ചുണ്ടും ചുവപ്പിച്ച് കാണിച്ച് പള്ളി പ്രദക്ഷിണം നടത്തി ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നത് മാത്രമാണ് ക്രിസ്ത്യൻ പയറ്റി എന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങളെ തന്നെ വിളിച്ച ആ വിശേഷണ പദമില്ലേ, അതിൽ തന്നെ ഒരു ആബ്സല്യൂട്ട് നോൺസെൻസ് ആണ് എന്ന് ഞാൻ പറയും. കാരണം ഈ ലോകത്തിന് വേണ്ടി അഥവാ അപരന് വേണ്ടി സ്വന്തം താല്പര്യങ്ങളെയും അഭിലാഷങ്ങളെയും തൃണവൽക്കണിച്ച് സ്വന്തം സ്വത്വം പോലും നിരാകരിച്ച് ലോകത്തിന് വേണ്ടി അപരന് വേണ്ടി ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു ജീവിത കാഴ്ചപ്പാടിൻ്റെ ഒറ്റ പദമാണ് ക്രിസ്ത്യൻ എന്നത്. എന്നാൽ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെ വന്യാവിഷ്കാരങ്ങൾ ചമഞ്ഞ് ലൗകികതയുടെ പാരമ്യത്തിൽ സ്വന്തം താല്പര്യങ്ങൾക്കും സുഖലോലുപതകൾക്കും വേണ്ടി മാത്രം സ്വന്തം സ്വത്വം വരെ അവഗണിച്ച് മുറിച്ചു മാറ്റുന്ന ട്രാൻസ്ജെൻഡർ എന്ന പദത്തിൻ്റെ ഒരു ആഡ്ജക്റ്റീവ് മാത്രമാകാനുള്ളതല്ല, ഒരു നാമവിശേഷണമാകാനുള്ള പദമല്ല ക്രിസ്ത്യൻ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിശുദ്ധമായ ജ്ഞാനസ്നാന വെള്ളം തളിക്കപ്പെട്ട് പവിത്രമായ ശരീരത്തെ പല വികലവും വികൃതവുമായ ആശയധാരകളുടെ പേരിൽ തച്ചുടച്ചപ്പോൾ ഉള്ളിൽ അന്തർലീനമായ മനസാക്ഷിയുടെ ദൈവിക സ്വരത്തോട് ആരാഞ്ഞിരുന്നോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ ക്രിസ്ത്യനാണോ എന്നൊക്കെ? തീർച്ചയായും ആ സ്വരത്തിൻ്റെ സാന്നിധ്യം പോലും നിരാകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പരിവർത്തനത്തിന് ഒരുമ്പെട്ടത്. അതുകൊണ്ട് ആ പദം ഉപയോഗിക്കാനുള്ള ഒരു അവകാശവും നിങ്ങളിലില്ല. ഞാൻ അക്കമിട്ട് പറയാം. ഒന്ന്, നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഏതു മതവുമാകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, ഹിന്ദു ആകട്ടെ, എന്തു ആകട്ടെ, നമുക്കറിയാം ദൈവം നമ്മയെല്ലാം ഒരു ശരീരമായാണ് സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് വിട്ടത്. വി കെയിം ഇൻ ടു ദിസ് വേൾഡ് ആസ് എ ബോഡിലി ഐഡൻറ്റിറ്റി. We came into this world as a bodily existence, not as a mental entity. നമുക്ക് നമ്മുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യാം, ബട്ട് our body is an absolute identity. It cannot be changed. ദൈവം നമ്മെ ഒരു ബോഡിലി ഐഡൻറ്റിറ്റി ആയിട്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള അവകാശവും നമുക്കില്ല. അതിൽ കൈകടത്തുന്നതും അതിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതും സൃഷ്ടിയെ അവമതിക്കുന്നതിന് തുല്യമാണ്, സൃഷ്ടിയെ വികലമാക്കുന്നതിന് തുല്യമാണ്. അത് തീർച്ചയായും മനുഷ്യത്വത്തെ അട്ടർ കെയോസിലേക്കും കൺഫ്യൂഷനിലേക്കും നയിക്കും. പ്രകൃതി ദുരന്തങ്ങളെക്കാളും ബീഭത്സമായ നാശത്തിലേക്ക് അത് കാരണം വെക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് ക്രിസ്തുമതം, അതുപോലെ എല്ലാ മതങ്ങളും കുടുംബത്തെയാണ് കേന്ദ്രബിന്ദുവായിട്ട് കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ പങ്കാളിയാവുന്നത് കുടുംബത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ലൈംഗികത എന്ന ദാനത്തിലൂടെയാണ്. എന്നാൽ ഒരു ട്രാൻസ് വ്യക്തി തൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റി ഏറ്റവും പരമമായ തൻ്റെ ദൈവികമായ മനുഷ്യത്വ കർത്തവ്യത്തിൽ നിന്നും പിന്തിരിയുന്നു. ആയതിനാൽ ട്രാൻസ് കൾച്ചർ വിഭാവനം ചെയ്യുന്നത് ക്രിസ്തുമതം വിഭാവനം ചെയ്യുന്ന ജീവൻ്റെ സംസ്കാരമല്ല, മറിച്ച്
പ്ലഷർ പ്രിൻസിപ്പിൾ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന സാത്താൻ്റെ മരണസംസ്കാരമാണ്. യെസ്, transgenderism is the baptism or conversion to satanic cult. So dear everyone, ഇനി വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയെ ജീവൻ്റെ സംസ്കാരത്തിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താം. മനസ്സിനേറ്റ പ്രകരണമോ ക്ഷതമോ സ്വന്തം ശരീരത്തിൻ്റെ തന്നെ ഐഡൻറ്റിറ്റിയിൽ നിന്നും പലായനം ചെയ്യാനുള്ള ഒരു ലൈസൻസായി കണക്കാക്കാതെ ശരീരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനും ഉയരാനുമുള്ള ശക്തി ആർജിക്കുവാൻ അവരെ നമുക്ക് സഹായിക്കാം. നമ്മൾ മനുഷ്യരാണ്. സ്വാഭാവികമായും തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഉണ്ടാവും. എന്നാൽ നമ്മുടെ പോരായ്മകളും വീഴ്ചകളും ഒരു വിശേഷണ പദമാക്കി മാറ്റാതെ, ഒരു പുതിയ ട്രെൻഡാക്കി കാണാതെ, നമുക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റുപറയുന്ന, ജീവനെ സ്നേഹിക്കുന്ന നന്മയുടെ മനുഷ്യത്വങ്ങളായി നമുക്ക് പരിണമിക്കാം. സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.